ഹായ്, എല്ലാവർക്കും നിംഷാസ് കിച്ചൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ഒരു വീക്കെൻഡ് വ്ളോഗാണ്. വീക്കെൻഡ്സ് എന്നൊക്കെ പറയുമ്പോൾ പൊതുവേ മടി പിടിച്ചിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലേറ്റ് ആവും, പിന്നെ കുക്ക് ചെയ്യാനൊക്കെ പൊതുവേ മടിയാണ്. ശരിക്കും പറഞ്ഞാൽ രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ഒരുപാട് സമയം കിട്ടും നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് മടി പിടിച്ചിരിക്കണത്, ഇടയ്ക്കൊക്കെ ഒന്ന് മടി പിടിക്കണത് ഒരു സുഖമല്ലേ. അപ്പോൾ ഞാനൊരു കടായിലേക്ക് കുറച്ച് എണ്ണ വെച്ചിട്ട് മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ കുറച്ച് ഉപ്പും കുരുമുളകൊക്കെ കൂടി ചേർത്തിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയതുകൊണ്ട് ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് പകർത്തി വെക്കണം കേട്ടോ. അപ്പോൾ വീക്കെൻഡ്സ് ഒക്കെ അവസാനിക്കുന്ന സമയത്ത് കുട്ടികളെക്കാളും മടി ചില സമയത്ത് എനിക്കാണ്. മൺഡേക്ക് ആവുന്ന സമയത്ത് രാവിലെ നേരത്തെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം വേറൊരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സവോള, ക്യാരറ്റ്, ബീൻസൊക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് ക്യാബേജോ ക്യാപ്സിക്കോ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഒന്നും കൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്തത്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് വഴന്ന് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ക്രഞ്ചി ആവുന്ന രീതിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ വഴറ്റിയെടുക്കണത്. അപ്പോൾ ഞാനിവിടെ ഇത് തയ്യാറാക്കുന്ന സമയത്ത് അനുപണ്ണ് ഇവിടെ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പ്ലാൻസ് നമ്മളിത് ഓൺലൈൻ വഴി ഓർഡർ ചെയ്തതിന് ബണ്ണി കാർട്ട് വഴി ഇട്ടാ. ഇത് കേരളത്തിൽ നിന്ന് വരുന്ന പ്ലാൻസാണ്, പക്ഷെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്കിത് ഓൺലൈൻ വഴി ഓർഡർ ചെയ്താലും കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യായിരുന്നു അനുപേട്ടൻ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ആ സെയിം കടായിലേക്ക് തന്നെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. തിളച്ച വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു സമയം കൂടി വേണ്ടി വരുമല്ലോ. ഇതിലേക്ക് ഞാൻ മാഗിയുടെ നൂഡിൽസാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം. പിന്നെ അതിൻ്റെ ആ ഒരു മസാല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണല്ലോ ആ ഒരു ടേസ്റ്റ് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഈ മാഗി അതുപോലുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് വെള്ളം ഒരുപാട് ചേർത്തിട്ട് ആ നൂഡിൽസ് എന്താ പറയുക ഒരു പായസ പരിവാക്കും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് റിയലായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ പലരുടെയും ഇഷ്ടം ഡിഫറെൻ്റ് ആണ്. ചിലവർക്ക് ഒരു ലൂസായിട്ടുള്ള നൂഡിൽസ് ആയിരിക്കും ഇഷ്ടം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി അതായത് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കണ അധികം എന്താ പറയുക ഓവറായിട്ട് വെന്ത് കുഴയാത്ത നൂഡിൽസാണ് എപ്പോഴും ടേസ്റ്റി ആയിട്ട് തോന്നിയിരിക്കുന്നത്. ആ ഒരു കേളി പോലെ ഇരിക്കുന്നില്ല, ചുരുണ്ടിരിക്കുന്ന ആ ഒരു സംഭവങ്ങൾ ഒരുപാട് അങ്ങോട്ട് മാറാൻ പാടില്ല. പെർഫെക്റ്റ് ആയിട്ട് വെള്ളം ചേർക്കുമ്പോൾ തന്നെയാണ് അതിനൊരു റിയൽ ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച മുട്ടയും അതുപോലെ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആവശ്യത്തിന് തന്നെ വെന്തിട്ടുള്ളൂ, വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്ര നാൾ വീഡിയോ ചെയ്തിട്ടും ആദ്യമായിട്ടാണ് മാഗിയുടെ ഒരു റെസിപ്പി ഞാൻ കാണിക്കുന്നത്. ഹക്ക നൂഡിൽസിൻ്റെ റെസിപ്പിയൊക്കെ ഇതിനു മുമ്പ് പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ട് തന്നെയാണ്. എല്ലാവരും എന്താ പറയുക മടി പഠിച്ചിരിക്കുന്ന സമയത്തൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതല്ലേ. പ്രത്യേകിച്ച് മഴ സമയത്ത് നല്ല ചൂടുള്ള മാഗിയൊക്കെ കഴിക്കുമ്പോൾ സൂപ്പറല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് ഉണ്ടാക്കാം. ഞാനിവിടെ തുവരപ്പരിപ്പ് കഴുകിയതിന് ശേഷം ഉപ്പ് ചേർത്തിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചീരയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. ചുവന്ന ചീര ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഇനി വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെജിറ്റബിൾസൊക്കെ എടുത്ത് നമുക്ക് തയ്യാറാക്കുകയാണ് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസിനൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് നല്ല വിലയുമല്ലേ. അപ്പോൾ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. അപ്പോൾ ചീരയൊക്കെ അതേ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കിട്ടണ ചീര എന്ന് പറയുമ്പോൾ അതിനൊരു കുത്ത് കൂടുതലാണ്. പിന്നെ ഞാൻ നാളികേരം ചെരുകി എടുക്കുന്നുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ പരിപ്പ് ഞാൻ കുറച്ചധികം വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചീരയിലും കൂടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കണം. ചീരയിൽ പരിപ്പ് ചേർക്കുമ്പോൾ അധികം ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒരുപാട് വെന്ത് കുഴയുന്നതിന് മുമ്പ് ഒരു വിസിൽ വരുമ്പോഴേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും കൂടിയും പരിപ്പിൽ ഒന്നും കൂടിയും വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അടച്ചിട്ട് പരിപ്പ് നന്നായിട്ട് മാഷ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനൊരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, അതുപോലെ മുഴുവനോടുകൂടി മല്ലി ഉണ്ടല്ലോ അതും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ചതും ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം കാര്യങ്ങളൊക്കെ പോയിട്ട് അതൊന്ന് വഴന്നല്ല ഒന്ന് റോസ്റ്റായിട്ട് വരണം. പിന്നെ ഞാനൊരു പിടി നാളികേരം ചെറുക്കിയതും കൂടിയും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഈ നാളികേരമൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ എരിവിന് വേണ്ടിയിട്ട് വറ്റൽമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്, സാധാരണ ഉണക്കമുളക്. അല്ലെങ്കിൽ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളകും കൂടി ചേർക്കാം. ഞാനൊരു 10 ഉണക്കമുളകൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് വേണ്ടിയിട്ട്, എരിവിനനുസരിച്ച്.
അപ്പോൾ അതവിടെ ഒരു അടുപ്പിൽ റെഡി ആവുന്നുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് വേറൊരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി, അതുപോലെ കറിവേപ്പില, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പരിപ്പൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, പരിപ്പ് നന്നായിട്ട് വെന്തൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി പരിപ്പിലേക്ക് ഞാൻ വേവിച്ച് വെച്ച കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 3 ഉരുളക്കിഴങ്ങ് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തക്കാളി മുറിച്ചത്, ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള മുറിച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാളയൊക്കെ ഇങ്ങനെ കറിയിൽ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. പിന്നെ മുരിങ്ങക്കായ മുറിച്ചത്, അതുപോലെ പച്ചമുളക്, എരിവിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ വെണ്ടക്കായ ഉണ്ടല്ലോ, വെണ്ടക്കായ മുറിച്ചതും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കോൽപ്പുളി അതായത് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടിയും ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പച്ചക്കറികൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ പുളി ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പച്ചക്കറികൾ ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴയില്ല, ഇങ്ങനെ കുക്കറിൽ വേവിച്ചെടുത്താലും. അല്ലെങ്കിൽ ഒരുപാട് പച്ചക്കറികളൊക്കെ മുരിങ്ങക്കായൊക്കെ ഭയങ്കരമായിട്ട് മാഷായിട്ട് അങ്ങോട്ട് മാറും കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരണ വരെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് വേവുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു. അതിലേക്ക് വറ്റൽമുളക് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നാളികേരം ചെരുകിയത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം മുറിച്ച് വെച്ച ചീര നമുക്കിതിലേക്ക് ഇനി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചീര ഒന്ന് വാടി വരണം, അതുവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ചീരയിലേക്കൊക്കെ ഉപ്പ് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചേർക്കുക, വളരെ കുറച്ച് ചേർക്കുക. കാരണം ചീര വാടി വരുമ്പോൾ വളരെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് സിമ്മിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. അതായത് ഇതിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു പരിപ്പുണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പരിപ്പും ചീരയും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അതായത് മിക്സായിട്ട് വരണം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിന്ന് കിട്ടണ ചീരയ്ക്ക് ഒരു കുത്ത് കൂടുതലാണ്. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് നാട്ടിൽ പറമ്പിലൊക്കെ ഉണ്ടാവണ ആ ഒരു ചീര ഉണ്ടല്ലോ, അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടമുണ്ടാ. അപ്പോൾ എനിക്ക് ചീര കഴിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും ലീഫ് വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ ഒന്നും കൂടി ഹെൽത്തി ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പരിപ്പും കൂടി ചേർത്തിട്ടുണ്ടാക്കണത്. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആണല്ലോ. പിന്നെ ആ നാളികേരത്തിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവ ഞാൻ ചേർക്കാൻ വിട്ടുപോയതാണ്, അതാണ് അവസാനം ചേർക്കണത് കേട്ടോ. അതിനുശേഷം അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരട്ടെ. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നമ്മുടെ ചീരയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീര റെഡി ആയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ആ ഒരു നാളികേരത്തിൻ്റെ ആ ഒരു മിക്സൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് വറുത്തതിന് ശേഷം തണുത്തിട്ട് ഞാൻ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചൊരു പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ, ആവശ്യത്തിന് തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ അരച്ചെടുത്ത ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വറുത്തരച്ച് സാമ്പാർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അല്ലേ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 കഷ്ണം ശർക്കര, 2 ചെറിയ കഷ്ണം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എപ്പോഴും ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ സാമ്പാറിൽ ശർക്കര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് തിക്കായിട്ട് പോവും. പിന്നെ ഞാൻ പപ്പടം വറുത്തു. അതുപോലെ ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് നമുക്ക് കടുകും കുറച്ച് ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് എന്താ പറയുക, ഒന്ന് കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം ആ ഒരു സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്കും കുറച്ചൊരു കായം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കായം അവസാനം ചേർക്കുമ്പോൾ സാമ്പാറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ നമ്മുടെ തനി നാടൻ രീതിയിലുള്ള വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ച സാമ്പാർ എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു നാടൻ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി, ഒരു അക്വേറിയം ഷോപ്പിലേക്ക് ഇറങ്ങിയതാട്ടോ, കുറച്ച് അക്വേറിയം ഫിഷൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ അക്വേറിയം എന്തൊരു ഭംഗിയിലല്ലേ സെറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത്. ഒരുപാട് മീനുകളും കാര്യങ്ങളും ഒക്കെയുണ്ട്. മീനുകൾ എന്നൊക്കെ പറയുമ്പോൾ പലർക്കും പലതിനോടായിരിക്കുമല്ലോ താല്പര്യം. അപ്പോൾ ഞങ്ങൾക്ക് പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ താല്പര്യം കൂടുതലാണ്. ഇതുപോലെ അക്വേറിയം ഫിഷസൊക്കെ നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതുപോലെ ഒരു ലൈറ്റിൻ്റെ ഒരു ഷോപ്പിലും പോയിട്ടുണ്ടായിരുന്നു ലൈറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയും നല്ല ഭംഗിയുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് നോർമലൊരു ലൈറ്റായിരുന്നു കേട്ടോ വേണ്ടിയിരുന്നത്, വാഷ്റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള നോർമലൊരു ലൈറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നു. അതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയതല്ലോ, അപ്പോൾ എന്തെങ്കിലും ചാറ്റ്സ് കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചാറ്റ് ഷോപ്പിലേക്കും കയറി.
വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ചാറ്റ്സ് ഒക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരിക്കാൻ ഒരു പ്രത്യേക വൈബ് തന്നെയല്ലേ. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ചാറ്റ് ഷോപ്പാണ്. ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്ഥലത്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ആയിരിക്കും സ്ഥിരം. അപ്പോൾ ഇവിടെ മസാല ദോശ ഓർഡർ ചെയ്തു ഞങ്ങൾ. അതുപോലെ നല്ല വടാപ്പാവ്, പാവ് ഭാജി ഒക്കെ ഉണ്ടായിരുന്നു. മസാല ദോശയാണെന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ ഇട്ടിട്ടുള്ള മസാല ദോശയായിരുന്നു കേട്ടോ. പിന്നെ ദഹി ബല്ലെ പാപ്പടി ചാട്ട് ഓർഡർ ചെയ്തു. ഇവിടെ കണ്ടോ വെള്ളം വെച്ചിരിക്കുന്നത് പുതിനയിലേക്ക് ഇട്ടിട്ട് നല്ല ഫ്ലേവറോട് കൂടിയ വെള്ളമാണ്. ആ പുതിനയുടെ ഒരു ചെറിയ ഫ്ലേവറും ഒക്കെ കൂടെ ആയിട്ട് അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ചാറ്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാ ചാറ്റ്സൊന്നും ഞാൻ കഴിക്കാറില്ല. ഞാൻ അത്യാവശ്യം സെലക്റ്റീവാണ്. ആ ചാറ്റ്സ് തന്നെ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ടും അങ്ങനെ ചില സമയത്തൊക്കെ വെറൈറ്റിയൊക്കെ ഓർഡർ ചെയ്യാറുണ്ട്. പിന്നെ ദഹി പൂരി ആയിരുന്നു കേട്ടോ ഇവിടെ നിന്ന് ഓർഡർ ചെയ്തത്. ഇവിടുത്തെ ദഹി പൂരി ആണെങ്കിലും ദഹി പാപ്പടി ചാട്ടൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ മുന്നേ ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് കഴിച്ചതിനേക്കാളൊക്കെ ഒരുപാട് നല്ല ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് തന്നെ കഴിക്കാം. നല്ലൊരു സുഖമല്ലേ. വടാപ്പാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സ്പൈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടാപ്പാവ് നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം വാങ്ങിച്ചിങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് സാധാരണ രീതിയിൽ ചെയ്യുക. അതുപോലെ മസാല ദോശയാണെങ്കിൽ നല്ലത് തന്നെയായിരുന്നു. ചെറിയ ദോശയായിരുന്നു, 2 ദോശയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെ മസാലയൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു പൊടിയൊക്കെ ചേർത്തിട്ടൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ കോഫി ആയിരുന്നു അനുപേട്ടൻ ഓർഡർ ചെയ്തത്, ഫിൽറ്റർ കോഫി പിന്നെ നമ്മുടെ തമിഴ് റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ ആയിരിക്കില്ല കൂടുതൽ നന്നായിട്ട് വരിക. പിന്നെ ചൂച്ചുക്കുട്ടൻ കുൽഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ വീണ്ടും.